നമസ്കാരം. എരുമേലി വിമാനത്താവളം സാധ്യമാകും, റെയിൽവേ രംഗം മെച്ചപ്പെടുത്തും, 4 വരിപ്പാത പൂർത്തിയാക്കും. വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് പിന്തുണയും നേതൃത്വവും നൽകുമെന്ന് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി. 4ാം തവണയും MP-യായ ആന്റോ ആന്റണി പത്തനംതിട്ടയിലെ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് ഏതൊരു നിർദ്ദേശം വെച്ചാലും എനിക്ക് ആ കാര്യത്തിൽ പ്രസ് ക്ലബിന്റെ കൂടെയാണ്. കാരണം വളരെ നല്ല രീതിയിൽ നിഷ്പക്ഷതയോടും നീതിബോധത്തോടും കൂടി മാധ്യമപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകരാണ് പത്തനംതിട്ടയിലെ. അത് ഏത് മാധ്യമത്തിൽ നിന്നായിക്കോട്ടെ, ഏത് മാനേജ്മെന്റ് നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളായിക്കോട്ടെ, പക്ഷെ പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകർ വളരെ ജെന്യുവിനായി വളരെ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയോ മാത്രമല്ല എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുകയും വിശകലനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള നല്ല മാധ്യമ പ്രവർത്തകരാണ്. എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാനിവിടെ അറിയിക്കട്ടെ. കാരണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കുറച്ച് പരിഗണന ലഭിക്കേണ്ട ആളാണ് ഞാൻ. കാരണം എനിക്ക് ഭരണകൂടത്തിന്റെ പിൻബലമില്ല, അധികാരത്തിന്റെയോ മറ്റ് ഒന്നും പിൻബലമില്ല. ഞാനൊരു സാധാരണക്കാരനായ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ആ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യിക്കാതിരുന്നത് നിങ്ങളുടെ നല്ലൊരു സമീപനമാണ്. അങ്ങനെ ഒരു കുറവ് എനിക്ക് ഇല്ലാത്ത തരത്തിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിഷ്പക്ഷതയോടുകൂടിയാണ് റിപ്പോർട്ടിംഗ് നടത്തിയത്. അതിന് പത്തനംതിട്ട കേരളത്തിന് തന്നെ ഒരു മാതൃകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മികച്ച 2 സ്ഥാനാർത്ഥികളാണ് എതിരെ മത്സരിച്ചത്. അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വളരെ പാരമ്പര്യവും കഴിവുകളുമുള്ള സ്ഥാനാർത്ഥിയാണ്. ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തത എനിക്ക് തോന്നിയത് മറ്റു തെരഞ്ഞെടുപ്പുകളിൽ ഒരു സ്ഥാനാർത്ഥിയും പരീക്ഷിക്കാത്ത താഴെ തട്ടിൽ അടിത്തട്ടിലുള്ള നല്ലൊരു പ്രവർത്തന ശൈലിയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തോമസ് ഐസക് ഇത്തവണ കൈക്കൊണ്ടത് എന്നുള്ളത് ഞാനത് പ്രത്യേകം ആ പ്രവർത്തനത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് പല സ്ഥാനാർത്ഥികളുമായിട്ട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പൊളിറ്റിക്കൽ മത്സരമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് പൊളിറ്റിക്കൽ മത്സരം ഒരു വശത്ത് നടക്കുന്നു, മറ്റു വശത്ത് കൂടി ഇതിന്റെ കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതികള്, ഹരിതസേന, അതുപോലെ തന്നെ അധ്യാപക സംഘടനകള്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, KDISC പോലുള്ള ഇന്റലക്ച്വൽ മൂവ്മെന്റ് നടത്തുന്ന ആളുകൾ, സോഷ്യൽ മീഡിയ, ഇങ്ങനെ ഒരു പാരലൽ വലിയൊരു സൈന്യമാണ് വേറെ വശത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പം പാർട്ടിയുടെ പ്രവർത്തനം വേറെ വശത്ത് നടക്കും. കാരണം ഇടതുപക്ഷത്തിന് അതിന്റെ അടിത്തറയുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു പ്രവർത്തന ശൈലിയിലാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടം ഞാൻ നേരിട്ട് ഏറ്റവും കനത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ BJP അവരുടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം 1.5 വർഷം മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. അവരൊരു ബൂത്തിൽ അഡീഷണലായി 50 വോട്ട് ഉണ്ടാക്കാനുള്ള വർക്ക് 1.5 വർഷം മുമ്പ് തന്നെ അവരുടെ അഖിലേന്ത്യാ നേതൃത്വം മുൻകൈ എടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ നടത്തിയിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ അടിത്തറ കുറെ കൂടെ കഴിഞ്ഞ തവണത്തേക്കാൾ വിപുലപ്പെട്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം ഒട്ടും കുറച്ചു കാണാതെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് ഏറ്റുമുട്ടുന്നത് എന്നുള്ള ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. എന്തായാലും പത്തനംതിട്ടയിലെ ജനങ്ങൾ കൈവിട്ടില്ല. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, കൃഷിക്കാർ, തൊഴിലാളികൾ. പത്തനംതിട്ട എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു മിനിയേച്ചറാണ്. ഇന്ത്യയിൽ ഏതെല്ലാം ജാതിയും മതവും വിശ്വാസങ്ങളും ആചാരങ്ങളും ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉള്ള സ്ഥലമാണ്. അതെല്ലാം തമ്മിലുള്ള ഒരു പരസ്പരമായ ബന്ധവും സൗഹാർദ്ദവും ആ കെട്ടുറപ്പുമാണ് പത്തനംതിട്ടയുടെ ഏറ്റവും വലിയ ശക്തി. യഥാർത്ഥത്തിൽ പത്തനംതിട്ട ഈ രാജ്യത്തിന്റെ വലിയൊരു മാതൃകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവരിലെല്ലാവരുമായി ഏറ്റവും ചെറിയ സമൂഹങ്ങൾ മുതൽ ഏറ്റവും അംഗസംഖ്യയുള്ള സമൂഹങ്ങൾ വരെയുള്ള ഒരുപോലെയുള്ള ബന്ധം, അവരുമായിട്ടെല്ലാം ഉള്ള വളരെ സൗഹൃദം, അതുപോലെ ഇവിടുത്തെ വ്യക്തികളുമായും കുടുംബങ്ങളുമായും ഇവിടുത്തെ പൊതുസമൂഹത്തെ സ്വാധീനം ചെലുത്തുന്ന എല്ലാവരുമായിട്ട് പുലർത്തുന്ന വ്യക്തിബന്ധം,
ആ വ്യക്തിബന്ധങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചു എന്നുള്ളത് വലിയൊരു ഘടകമാണ്. UDF ഒറ്റക്കെട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ, ഒറ്റക്കെട്ടായി ഒരവസരങ്ങളുമില്ലാതെ UDF തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തു. അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വളരെ നല്ല ഒരു നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിന് നൽകി. അതുപോലെ കുര്യൻ സാറിനെ പോലുള്ള മുതിർന്ന ആളുകളുടെ വലിയ സഹകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് വന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞത്. വിജയം നല്ലൊരു വിജയം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തൊരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു പരാതി എന്ന് പറഞ്ഞാൽ അത് ഒരു ഭരണത്തിന്റെ വല്ലാത്ത ഇടപെടൽ, അത് കേന്ദ്ര ഭരണത്തിൻ്റെതാണെങ്കിലും സംസ്ഥാന ഭരണത്തിൻ്റെതായാലും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ നിലയിൽ വിടാതെ ഏതെല്ലാം തരത്തിൽ അതിനെ പിന്നിൽ നിന്ന് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്താമോ അതെല്ലാം ചെയ്തു, അതെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. പക്ഷെ അതൊക്കെ ആ പരാതിക്ക് നോക്കിയിരിക്കാതെ അതിന്റെ മറുപടി കൂടി നോക്കി മുന്നോട്ട് നീങ്ങുക എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പിലെടുത്ത ഒരു മാനദണ്ഡം. പത്തനംതിട്ടയിലെ പത്രക്കാരെല്ലാവരും, അത് ഏത് രാഷ്ട്രീയ താല്പര്യമുള്ള പത്രങ്ങളായിക്കോട്ടെ ഇല്ലാത്ത പത്രങ്ങളായിക്കോട്ടെ, മാധ്യമപ്രവർത്തകർ വളരെ അന്തസ്സുറ്റ ഒരു സമീപനമാണ് കൈക്കൊണ്ടത്. അവരുടെ ആ ഒരു ഡിഗ്നിറ്റി എപ്പോഴും ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ റിപ്പോർട്ടുകളായാലും ഇവിടുത്തെ പ്രചരണങ്ങളിലും എല്ലാം എടുത്ത മാനദണ്ഡം. അതിന് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി. ഗ്രീൻഫീൽഡ് കഴിഞ്ഞാൽ നമ്മുടെ അലൈൻമെന്റ് അല്ല, അത് തീരുമാനമെടുത്തു, ഇംപ്ലിമെന്റേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷത്തേക്ക് വെച്ചു, അത്രേ ഉള്ളൂ. അതിന്റെ അലൈൻമെന്റ് ഫൈനലൈസ് ചെയ്തു, മുഴുവൻ ഫൈനലൈസ് ചെയ്തു. അത് ആദ്യത്തെ അലൈൻമെന്റിലുള്ള മുഴുവൻ ഡ്രോബാക്സ് നമ്മൾ കറക്റ്റ് ചെയ്തു. ഞാൻ ഈ കമ്മിറ്റിയിലെ മെമ്പറാണ്. നാഷണൽ ഹൈവേയുടെ ട്രാൻസ്പോർട്ട്, ടൂറിസം ആൻഡ് ഹൈവേ, പോർട്ട്, സിവിൽ ഏവിയേഷൻ, കൾച്ചർ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഏറ്റവും വലിയ കമ്മിറ്റിയാണ് പാർലമെന്റിന്റെ. ആ കമ്മിറ്റിയിലെ മെമ്പറാണ്. ആ കമ്മിറ്റിയാണ് ഇതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഞാൻ ആ കമ്മിറ്റിയിൽ ഹൈവേ അതോറിറ്റിയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, ഇവരെയെല്ലാം ഞാൻ കോൾ ഫോർ ചെയ്യിച്ചു. അവിടെ ഇരുത്തി അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ വെച്ച് തന്നെ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക്, ചുമതലയുള്ള ആളുകൾക്ക് അവർ ഡയറക്ഷൻ കൊടുത്തു. നമ്മുടെ സജഷൻ കൂടെ മേടിച്ച് ഈ അലൈൻമെന്റിലെ അപാകത പരിഹരിക്കാൻ പറഞ്ഞു. പത്തനംതിട്ട പാർലമെന്റിലെ അപാകത പരിഹരിച്ചിട്ടുണ്ട്. അല്ല, അതിന്റെ നിലവിലുണ്ടായിരുന്ന അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചത്. പക്ഷെ അത് എക്സിസ്റ്റിംഗ് റോഡിന് എടുക്കാവുന്നത്ര മാക്സിമം വീതിയൊക്കെ എടുത്ത് BMRPC-യിലാക്കി എല്ലാ കൾവെർട്ടുകളെല്ലാം നന്നാക്കി അത് മുണ്ടക്കൈ വരെയുള്ള ഭാഗം കൃത്യമായി അതിന്റെ പണി പൂർത്തീകരിച്ചു. നമുക്ക് നമ്മുടെ ഇവിടുന്ന് ഇലവുങ്കിൽ നിന്ന് നമുക്ക് ഇവിടെ സന്നിധാനത്തേക്ക് ത്രിവേണി സംഗമത്തിലേക്കുള്ള പമ്പയിലേക്കുള്ള എക്സ്റ്റൻഷൻ ഉണ്ട്. അതും നമുക്ക് എല്ലാ അനുമതികളും റെഡിയാണ്. ഇപ്പം നമുക്ക് പുതിയ അലൈൻമെന്റ്, കാരണം നിലവിലുള്ള അലൈൻമെന്റ് നമുക്ക് റോഡ് വീതി കൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു 10,000 പേരെ അത് ബാധിക്കും. ചെറിയ ചെറിയ ടൗണുകളിലൊക്കെ റോഡുകളുടെ സൈഡിലാണ് എല്ലാ കടകളും എല്ലാ വീടുകളും. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് 7 ബൈപ്പാസ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ചെറുതും വലുതുമായ നഗരങ്ങൾക്ക് ബൈപ്പാസ് ഉണ്ട്. NH 183A. അതുപോലെ പുതിയ പാലങ്ങളുണ്ട്. കൈക്കൊട്ടൂർ അടക്കമുള്ള സ്ഥലത്ത് പുതിയ പാലം വന്നിട്ടുണ്ട്. അങ്ങനെ ആണ് ഏറ്റവും ജനങ്ങൾക്ക് ഒരു ദോഷമില്ലാത്ത തരത്തിലാണ്. എന്തോ അല്ല, അതിന്റെ അലൈൻമെന്റ് പൂർത്തീകരിച്ചു, ഫൈനലൈസ് ചെയ്തു. ഇനി അലൈൻമെന്റ് ഫൈനലൈസ് ചെയ്യും. ഇനിയിപ്പം ലാൻഡ് അക്വിസിഷൻ ആണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ആ ലാൻഡ് അക്വിസിഷൻ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുന്നു അത്രയും പെട്ടെന്ന്. ഇവിടെ ആ ലാൻഡ് അക്വിസിഷന് പ്രത്യേകിച്ച് തടസ്സമൊന്നും ഉണ്ടാവില്ല. കാരണം വളരെ കുറച്ച് ആളുകൾക്കാണ്. നമ്മള് ഓരോ തവണയും അതിൻ്റെ അകത്ത് ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ അലൈൻമെന്റുമായിട്ട് വരുമ്പോൾ എങ്ങനെ ഒരു വീടെങ്കിലും ഒഴിവാക്കി കൊടുക്കാമോ എന്നുവഴി ഒരു സ്ഥാപനങ്ങൾക്ക് തവണ പുതിയ അലൈൻമെന്റ്. നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെന്റിൽ പല അമ്പലങ്ങള്, പിന്നെ പള്ളികള്, സ്കൂളുകള്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയൊക്കെ ഇത് ചെയ്യുന്ന തരത്തിലായിരുന്നു. ഇത്തവണ അങ്ങനെ ഒന്നുമില്ലാത്ത തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥർ എന്നോട് ലാസ്റ്റ് അലൈൻമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ ലാസ്റ്റ് അലൈൻമെന്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ജനപ്രതിനിധികളുടെ മുന്നിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും കുറഞ്ഞ ഇതിലാണ്. സജി ചാക്കോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പാർട്ടി വിട്ടു പോവുകയും വലിയൊരു വിഭാഗം MP-ക്കെതിരെ ഒരു പ്രചാരണവുമായിട്ട് മുന്നോട്ട് വരികയും
ഇവരുടെ സ്വാധീന ശക്തി കൊണ്ട് എവിടെയെങ്കിലും ഇവർ വോട്ട് മറിക്കാനോ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചതായിട്ട് സത്യപ്പെടും? ഞാനും രാഷ്ട്രീയത്തില് രംഗത്ത് ഒരാൾക്കെതിരെ ഒരു ആരോപണം പറയാത്തയാളും മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ ഒരു മിനിറ്റ് പോലും ചെലവഴിക്കാത്തയാളും. അതുകൊണ്ട് ഞാനതൊക്കെ അങ്ങ് വിടുന്നു. അവരവരുടെ കാര്യം ചെയ്തു, അവരവരുടെ പ്രവർത്തനം ചെയ്തു, അവരവരുടെ വഴിക്ക് പോകട്ടെ. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അതേ സംബന്ധിച്ച് ഒരു അഭിപ്രായമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചതായിട്ട് അഭിപ്രായമുണ്ട് മൊത്തം മേഖലകളിൽ? തെരഞ്ഞെടുപ്പ് സംവിധാനത്തില് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംഘടനാപരമായ ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല, കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ദൗർബല്യമാണ്. പക്ഷെ ആ ദൗർബല്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടും DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായി, UDF-ന്റെ നേതൃത്വത്തിൽ, അതുപോലെ കുര്യൻ സാറിനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായ ഒരു പരിശ്രമം. എനിക്ക് ഈ ജില്ലയിലെ UDF പ്രവർത്തകരോട്, കോൺഗ്രസ് പ്രവർത്തകരോടെല്ലാം എനിക്ക് പ്രത്യേകിച്ച് വലിയ കടപ്പാടാണുള്ളത്. അവരുടെ വലിയൊരു കഠിനാധ്വാനം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ഒരു ഒരു അഭിപ്രായം പറയാൻ ഇടവന്നത് എന്നതുകൂടി ഞാൻ ഓർമ്മിക്കുക. ശബരിമല വിമാനത്താവളം നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഡ്രീം പ്രോജക്റ്റാണ്. ഒരു വിമാനത്താവളം എന്നുള്ളത് പത്തനംതിട്ടയുടെ ഡ്രീമാണ്. പത്തനംതിട്ട വളരണമെങ്കിൽ കണക്ടിവിറ്റി ഉണ്ടാകാതെ ഇല്ലാതെ പത്തനംതിട്ട വളരില്ല. ഞാൻ MP ആയിട്ട് വന്നപ്പോഴത്തെ ആദ്യം മുതലുള്ള എന്റെ കാഴ്ചപ്പാട് അതാണ്. ഞാൻ ആദ്യമായി പരിശ്രമിച്ചത് ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടിയാണ്. മുഴുവൻ അനുമതികളും 1.5 വർഷത്തിനുള്ളിൽ ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ എയർപോർട്ടാണ് ആറന്മുള എയർപോർട്ട്. അന്ന് CPM-ഉം BJP-യും ചേർന്ന് നടത്തിയ രാഷ്ട്രീയം, അവർ രണ്ടുപേരും ചേർന്നാണ് അതിനെ ഇല്ലെന്നാക്കിയത്. ഇപ്പൊ അതിന്റെ മുന്നിൽ നിന്ന നേതാക്കളൊക്കെ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ ഇനിയും നോക്കണം, ഞങ്ങൾക്ക് ആർക്കും അന്നത്തെ ഒരു ഇതില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പോയത് പോയി, ഇനി അതൊക്കെ ആ വഴിക്ക് പോയി. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് എരുമേലിയാണ്. അതെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ളതാണ്. അത് പത്തനംതിട്ട പ്രസ് ക്ലബ് അതിന് മുൻകൈ എടുക്കണം. കാരണം ഇവിടെ ഒരു എയർപോർട്ട് വന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്ന കേരളത്തിലെ നഗരം എന്ന് പറയുന്ന പത്തനംതിട്ടയായിരിക്കും. കാരണം ഇവിടെയുള്ള പ്രത്യേകതകളൊന്നും വേറെ ഒരിടത്തില്ല. ഇവിടെയുള്ള ദൗർബല്യ കണക്ടിവിറ്റിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ IT മേഖലയിൽ പണിയെടുക്കുന്ന ഈ പത്തനംതിട്ടയിലെ പിള്ളേരാണ്. ബാംഗ്ലൂരായാലും ഹൈദരാബാദായാലും ചെന്നൈയിലായാലും വിദേശത്തായാലും ഒക്കെ ഇതിലെടുക്കേണ്ടത്. കാരണം അവിടെ അതിന്റെ പ്രത്യേകത എന്താ? മാർക്കറ്റ് വാല്യൂവിന്റെ 2 ഇരട്ടി പണം ഇവിടെ അഡ്വാൻസായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ആളുടെ അക്കൗണ്ടിൽ കൊടുക്കും. അവിടെ അവർക്ക് താമസിക്കാം, അവർക്ക് ആ വികസനം നടക്കുന്നവരെ അവർക്ക് അവിടെ താമസിക്കാം. അവിടുത്തെ അവരുടെ വീടുണ്ടെങ്കിൽ അവർക്കത് പൊളിച്ചുകൊണ്ടു പോകാം, മരം ഉണ്ടെങ്കിൽ വെട്ടിക്കൊണ്ടു പോകാം. സ്ഥലത്തിന് മാർക്കറ്റ് വാല്യൂവിന്റെ 2 ഇരട്ടി വിലയും കൊടുക്കും. അത് അഡ്വാൻസായി, ഈ അക്വിസിഷൻ നടക്കുന്നതിന് മുമ്പ് അഡ്വാൻസായി അവരുടെ അക്കൗണ്ടിൽ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഒരു അക്വിസിഷൻ നടക്കുമ്പോൾ പലയിടത്തും കാണുന്നത് എന്താ? ബുൾഡോസർ വന്ന് ഇടിച്ചിറക്കി അവര് വല്ല ഓടയിലും വല്ല തെരുവോരത്തും ഒക്കെ പോയി കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അതല്ല, ഈ കുടിയിറക്കപ്പെടുന്ന ആളുകളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം. മാത്രമല്ല, ആരുടെയൊക്കെ സ്ഥലം ഇതിനു വേണ്ടി അക്യൂർ ചെയ്യുന്നുണ്ടോ അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്കെങ്കിലും ഈ വരുന്ന ജോലിയിൽ മുൻഗണന കൊടുക്കണം എന്നുള്ള ഡിമാൻഡാണ് എരുമേലിയുടെ കാര്യത്തിൽ ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് നാട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിമാൻഡാണ്. അത്തരത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ പത്തനംതിട്ടയിൽ ഈ വികസനത്തിന്റെ പേരിൽ കുടിയിറക്കുന്ന പറയുന്നില്ല. നാഷണൽ ഹൈവേ വരുന്ന ഇപ്പം ഇത്രയും വലിയൊരു 4 ലൈൻ നാഷണൽ ഹൈവേ വരുമ്പോൾ വേറെ ഏതൊരു ജില്ലയിലാണെങ്കിൽ എത്ര ആയിരക്കണക്കിന് 10,000 വീട്ടുകാരെ കുടിയിറക്കേണ്ടി വരില്ല. ഇതിപ്പം വരുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ വിരലിലുണ്ടാവുന്ന 10-20 വീടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ലാതെ ഒന്നുമില്ലാത്ത തരത്തിലാണ് അലൈൻമെന്റ് ഇപ്പൊ ഫൈനലൈസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. എനിക്ക് കൊടുകൊണ്ടി വന്നാലും എനിക്ക് കുമ്പഴ വന്നാലും എരുമേലി വന്നാലും എല്ലാം സന്തോഷം. പക്ഷെ ഒരു ഗവൺമെന്റ് നടപടിയായിട്ട് മുന്നോട്ട് പോയില്ലേ, ഇവിടെ വരെ എത്തിയില്ലേ. നമ്മളത് നടക്കുമെന്ന് നോക്കാം. ഞാൻ ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി ഒറ്റയാൾ പട്ടാളമായി പോരടിച്ചയാണ്. ഒരു സത്യമില്ലാത്ത കാര്യത്തിലാണ് ദുഷ്പ്രവർത്തനം നടത്തി, വെറുതെ രാഷ്ട്രീയമായിരുന്നു, വെറും രാഷ്ട്രീയം അത് നടത്തി. ഇപ്പൊ അതില്ലെന്നാക്കി, നഷ്ടമാക്കാണ്. ശരിക്കും ആറന്മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തനംതിട്ടയുടെ കൈപ്പിടിയിൽ അതെയായിരുന്നു. ആറന്മുള വിമാനത്താവളത്തിന് എല്ലാ അനുമതിയും കിട്ടുമ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിന് NOC പോലും ഇല്ല, ഒരനുമതിയില്ല. അവിടെ 450 വരെ കുടിയിറക്കി 1 ലക്ഷം മരം മുറിച്ചു, 3-4 മലയിടിച്ച് നിർത്തി. പക്ഷെ കണ്ണൂരുകാരെ എനിക്ക് അഭിനയിക്കാനുള്ള രാഷ്ട്രീയമായിട്ട് എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ എല്ലാവരും
ഈ പദ്ധതി അവിടെ നടക്കണമെന്നുള്ള കാര്യത്തിൽ അവർ ഒരുമിച്ച് നിന്നു. അവിടെ കീരിയും ബാബു പോലെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരല്ല, പക്ഷെ എല്ലാവരും അവിടെ ഒരുമിച്ച് നിന്ന് ആ നാട്ടിൽ അസാധ്യമെന്ന് കരുതിയ ഒരു മൂർക്കം പറമെന്ന് പറയുന്ന ഇത്രയും ഒരു ജനങ്ങൾ കാലുകുത്താത്ത ഒരു സ്ഥലം ഇന്ന് ഒരു മനോഹരമായ എയർപോർട്ടും വികസനം ഉണ്ടായി. അതിന്റെ ഒരു 10% കാഴ്ചപ്പാട് പത്തനംതിട്ടയിലെ രാഷ്ട്രീയക്കാർ പുലർത്തിയിരുന്നെങ്കിൽ, ജനങ്ങളെ ഞാൻ പറയുന്നില്ല, ജനങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, രാഷ്ട്രീയക്കാർ വെച്ച് പുലർത്തിയിരുന്നെങ്കിൽ അത് കണ്ണൂർ വിമാനത്താവളം വരുന്നതിന് 3 കൊല്ലം മുമ്പ് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു വിമാനത്താവളം ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയി. ഇനി അതേക്കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാൻ സമയമില്ല. എരുമേലിയിലെ തർക്കം പരിഹരിക്കാൻ ഇടപെടും, ചർച്ച ചെയ്യാമല്ലോ. തർക്കം പരിഹരിക്കേണ്ടത് ഗവൺമെന്റാണ്. ഞങ്ങളൊക്കെ പിൻബലം കൊടുക്കും. ഗവൺമെന്റ് ഏത് ഡിസ്ട്രിക്ട് എടുത്താലും ആ എയർപോർട്ട് നടക്കാൻ വേണ്ടി ഏത് കാര്യം എടുത്താലും കൂടെ നിൽക്കും. നമ്മുടെ ആവശ്യം എന്താ? എയർപോർട്ട് വരണം. ഞാൻ ഒരു വ്യക്തിയാണ്, എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഗവൺമെന്റ് ഏത് തീരുമാനം എടുക്കട്ടെ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കേസ് മക്കാണായിട്ട് നടന്ന് 25 കൊല്ലം കളയാതെ എങ്ങനെ അത് ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് തീരുമാനിച്ചു. പ്രാക്ടിക്കലായിട്ട് വിമാനത്താവളം അവിടെ വരണം. അതിനുവേണ്ടിയുള്ള ലൈൻ എടുക്കണം. അല്ലാതെ ഇത് കുറെ വാർത്തയ്ക്കും കുറെ സമരത്തിനും കുറെ ഈ സമരത്തിന് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഒത്തിരി വ്യക്തി താല്പര്യങ്ങളും കാണും. അതിനുവേണ്ടി ഒരു നാടിന്റെ താല്പര്യത്തെ വെളിപ്പെടുത്തരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വികസനം നടക്കണം. കേരളം പോലെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് നമുക്ക് വികസനം നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? ഇപ്പൊ ഒരു വഴിക്ക് നടക്കാൻ വയ്യാത്തത് എന്താ? 19 വർഷം മുമ്പുണ്ടായ റോഡുകളുടെ വികസനം ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ മറ്റു സ്ഥലങ്ങളിൽ ചെന്നാൽ ആ ബുദ്ധിമുട്ടുണ്ടോ? കേരളം വിട്ടുള്ള സ്റ്റേറ്റുകളിലേക്ക് ചെല്ലുമ്പോ അവിടെ ജനസാന്ദ്രത കുറവാണ്, സ്ഥലത്തെ സംബന്ധിച്ച് പ്രശ്നമില്ല. എത്ര തലങ്ങും വിലങ്ങും ഏതെല്ലാം തരത്തിലുള്ള റോഡുകളും ഹൈവേകളും സംവിധാനങ്ങളും ഉണ്ടാകുന്നത്. നമുക്കിവിടെ ഉള്ള ഹൈവേ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി എത്ര വർഷത്തെ 10-20 വർഷത്തെ അധ്വാനമാണ്. ഇപ്പൊ ഉള്ള ആദ്യത്തെ NH പോലും ഒരു ചെറിയ വികസനം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. നമുക്കിങ്ങനെ സമയം നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. വികസനം ഉണ്ടാകേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, കണക്ടിവിറ്റി ഏറ്റവും വലിയ ഘടകമാണ്. റോഡ് കണക്ടിവിറ്റി വേണം, റെയിൽ കണക്ടിവിറ്റി വേണം, എയർ കണക്ടിവിറ്റി വേണം. ഈ 3 കണക്ടിവിറ്റിയും കൂടെ ഉണ്ടായാൽ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വികസനത്തിന്, പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിലെ വികസനത്തിന് ഇപ്പം വലിയ നഗരങ്ങളൊന്നും വേണ്ട. ഇപ്പം കണക്ടിവിറ്റി ഇപ്പം എല്ലായിടത്തും ഒരുപോലെ കണക്ടിവിറ്റി കിട്ടുന്ന ഒരു കാലമാകുമ്പോൾ അത് ഇപ്പം ഗ്രാമങ്ങളിലും നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് പുതിയ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിന് ഏറ്റവും ഉപകരിക്കുന്ന സ്ഥലമാണ് പത്തനംതിട്ട. അതുകൊണ്ട് ഈ ഇത്തരമുള്ള വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് എനിക്കുള്ള അഭിപ്രായം. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് എന്താണെന്നുള്ളത് പരിശോധിച്ച് അദ്ദേഹത്തെ മെയിൻ സ്ട്രീമിൽ എപ്പോഴും ആവശ്യമുള്ള ഒരാളാണ്, ആവശ്യമുള്ള നേതാവാണ്, നല്ല നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി തന്നെ പോകും, സംശയമൊന്നുമില്ല. നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോ വയനാട്ടിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്, അവിടെ നിന്നും ഉത്തരേന്ത്യയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് വയനാട് ഒഴിവാക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? എന്താണെന്നുള്ളത് അത് രാഹുൽ ഗാന്ധിയാണ് തീരുമാനിക്കേണ്ടത്. ഏത് തീരുമാനത്താൽ 2 സ്ഥലത്ത് തുടരാൻ കഴിയില്ലല്ലോ, ഒരിടത്തെ തുടരാൻ കഴിയും. അതെവിടെയാണെങ്കിലും ആ ഒഴിയുന്ന സീറ്റ് പൂർവാധികം നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഭരണകൂടത്തിനെതിരെയുള്ള ജനവിധിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഒരു ഭരണകൂടം, ആ ഭരണകൂടം മീഡിയയുടെ വാ മൂടിക്കെട്ടി കോർപ്പറേറ്റ് ഭീമന്മാരെ കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ചിന്ത എന്താണെന്നുള്ളത് ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാൻ ഇത്ര ബോധപൂർവമായ ഒരു നടപടി എന്തെങ്കിലും ഒരു കാലത്തുണ്ടായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങിന് നടക്കുന്ന തലേ ദിവസം പോലും ഇവിടുത്തെ 90% മാധ്യമങ്ങളും കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ കോർപ്പറേറ്റുകൾ, അവരെ കൊണ്ട് മോഡി 400 സീറ്റിലേക്ക് വരികയാണ്, നമ്മുടെയൊക്കെ പ്രതിപക്ഷത്തിന്റെ പൊടി പോലും ഇല്ല എന്നൊരു ചിന്തയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ്. എല്ലാവരും ചേർന്നെങ്കിലേ ഈ രാജ്യവും. അതേക്കുറിച്ച് ഏറ്റവും വലിയ ബോധ്യമുണ്ടായിരുന്ന ആളാണ് മഹാത്മജി. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര കാലത്ത്, അന്ന് സമൂഹത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന കാലത്ത് അസ്പൃശ്യരായി വെച്ചിരുന്ന ഒരു സമൂഹത്തെ കൂടി ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവരെ വീട്ടിൽ താമസിപ്പിക്കുകയും അവരുടെ ശുചിമൊഴി കഴുകി വൃത്തിയാക്കുകയും അവർക്ക് വേണ്ടി അവരോടൊപ്പം പന്തിവാദനം നടത്തുകയും കോൺഗ്രസിൽ പ്രവർത്തിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ ഉന്നത കുലജാതർ എന്ന് പറയുന്ന ആളുകൾ ഇവരോടൊപ്പം പ്രവർത്തിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ മുതൽ ഇവിടുത്തെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഇന്ത്യയിലെ എല്ലാവരും ചേരുന്നതാണ് ഇന്ത്യ. എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും
വൈവിധ്യമാർന്ന ജനസമൂഹം ഒരുമിച്ച് തരുന്നതാണ് ഇന്ത്യ. അങ്ങനെ എല്ലാവരുടെയും പിന്തുണ നേടിയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ ലോകം അടക്കി വരച്ചൊരു ശക്തിയോട് നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്. പക്ഷേ അതിനുശേഷം ആ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ആ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ ഒരു തകർച്ചയുമില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചവരായിരുന്നു മാറി മാറി വന്നത്. അത് മുമ്പ് വാജ്പേയി അധികാരത്തിലിരുന്നപ്പോഴും അദ്ദേഹവും അതിൽ ശ്രദ്ധിച്ചിരുന്ന ആളാണ് എന്നാണ് എന്റെ അനുഭവത്തിൽ എനിക്കുള്ള വിശ്വാസം. പക്ഷേ ഇന്നിപ്പോ ഈ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ തല്ലി തകർക്കാൻ എങ്ങനെ അധികാരം മതി, അതിനുവേണ്ടി ഏത് മാർഗവും വിനിയോഗിക്കുക, അതിനുവേണ്ടി ഏത് കുരിശിത മാർഗം വിനിയോഗിക്കുക, യാതൊരു ഒരു ലജ്ജയുമില്ലാതെ ഒരു പ്രധാനമന്ത്രി കസേര ഇരുന്ന് ഇന്ത്യയിൽ ഈ രാജ്യത്ത് അധിവസിക്കുന്ന കോടാനുകോടി ജനങ്ങളെ ഇതുപോലെ അപഹസിക്കുകയും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഞങ്ങൾ വോട്ടും അധികാരം മാത്രം മതി എന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു രാജ്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല. നാളുകളിൽ ഈ രാജ്യം മുന്നോട്ട് പോകാൻ അത് സഹായകരമല്ല. അതുകൊണ്ട് ഇന്ത്യ എന്ന് നിലനിർത്തണം. അധികാരം മാറി മാറി വരും. ഇപ്പൊ കോൺഗ്രസ് ദീർഘകാലം ഭരിച്ചിട്ട് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഞാൻ കോൺഗ്രസ് പാർട്ടി അതിന്റെ അടിസ്ഥാന നയങ്ങളിലോ ആശയങ്ങളിലോ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ചെറിയ കോംപ്രമൈസ് എങ്കിലും ചെയ്തു. ഞങ്ങൾക്ക് മതേതരത്തിന്റെ കടിയുറച്ചു നിന്ന് ഈ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമല്ലാതെ അതിന് മറ്റൊന്നിലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. കാരണം ആ പ്രബുദ്ധരായ ജനങ്ങളാണ് അവരുടെ കാലങ്ങളായി അവർ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ മതേതരത്വവും മതനിരപേക്ഷതയും ഇന്ത്യ എന്ന് പറയുന്ന ആശയവും അവർക്ക് മഹാത്മനി എന്തായിരുന്നോ അവർക്ക് പകർന്നു കൊടുത്തത് അതിന്നും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എന്നുള്ളതാണ് ഈ പറയുന്ന എല്ലാ സർവാധിപത്യത്തിന്റെയും കീഴിൽ. പണം എന്ന് പറയുന്നത് എന്താണ്? പണത്തിന്റെ എന്താണ് കുത്തൊഴുക്ക്? എവിടെ നിന്നാണ് ഈ പണം? ഈ കോടാനുകോടി പണം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഇങ്ങനെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ വിലക്കെടുക്കാൻ, ഇന്ത്യയിലെ ജനങ്ങളെ വിലക്കെടുക്കാൻ, പാവപ്പെട്ട ജനങ്ങളാണ് ഇന്ത്യയിലെ, പക്ഷെ അവരെ വിലക്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് സ്വതന്ത്രമായ ചിന്തയും ആശയങ്ങളും അവർക്ക് കാഴ്ചപ്പാടുകളും ഉള്ളവരാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തിന്, അവരുടെ മതേതര ബോധ്യത്തിന്, അവരുടെ കാഴ്ചപ്പാടുകളുടെ മുന്നിലാണ് നമ്മൾ ശിരസ്കരായി നിൽക്കേണ്ടത്. ആ ആദരവ് അവരോട് അർപ്പിക്കുകയാണ്. എല്ലാ ഇലക്ഷനും കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന ഒരു വഴിയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു പരാതി എങ്ങും ഉയർന്നു കാണുന്നത്. അപ്പൊ തന്നെ MP ആണെങ്കിൽ തന്നെ ഇവിടെ ഒരു ബാലറ്റിൽ വോട്ട് ചെയ്തപ്പോൾ പ്രശ്നം ഉണ്ടായി എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്തവണ വോട്ടിംഗ് മെഷീൻ തിരിമറി എന്നുള്ള ഒരു വിവാദം എന്തുകൊണ്ടായിരിക്കും ഉയരാൻ? അതേക്കുറിച്ച് വ്യാപകമായ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. പക്ഷേ എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ, എല്ലാത്തിനെയും കൈവശം വെച്ച് കൈകാര്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ അതൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. പക്ഷേ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന ജനവികാരത്തിന് മുന്നിൽ അത് പൂർണ്ണമായി അതൊന്നും വിജയിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷതയോടെ പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തെ സത്യത്തിൽ മാധ്യമങ്ങൾ പോലും ശക്തമായി എഴുതിയില്ല. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ ഏകപക്ഷീയമായി ഈ പ്രധാനമന്ത്രി തീരുമാനിക്കുകയും അവിടെ തന്നിഷ്ടമുള്ള ഒരാളെ പിടിച്ചു വെക്കുകയും ചെയ്തിട്ട് ഇന്ത്യയുടെ ജുഡീഷ്യറിയോട് പോലുള്ള വലിയ അവഹേളനമല്ലായിരുന്നു അത്. അതുപോലെ ചെയ്തല്ലേ ഈ പ്രക്രിയ എല്ലാം കയ്യിലെടുത്തു. എന്തായിരുന്നു ഈ രാജ്യം മുഴുവൻ നടന്ന റെയ്ഡ് മാമാങ്കം? ഇവിടെ ഒരു വശത്തെ കോടാനുകോടി ഉറപ്പിയ മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുക്കുന്നു. അവരുടെ കോർപ്പറേറ്റുകൾ സർവ്വവിഭാഗം നടത്തുന്നു. അവിടെ ഒന്നും ഒരു റെയ്ഡുമില്ല. റെയ്ഡ് മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾ, അവരെ സഹായിക്കുന്നവർ, അവരോട് ഏതെങ്കിലും തരത്തില് ബന്ധം പുലർത്തുന്നവർ, അവരെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതല്ലായിരുന്നോ ഈ റെയ്ഡുകൾ കൊണ്ടല്ല ലക്ഷ്യമിട്ടത്? ഇതുപോലെ ഒരു ഹിറ്റ്ലർ നാസി ജർമ്മനിയിൽ എന്ത് ചെയ്തു? അതിന്റെ തനിയാവർത്തനമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായിരുന്നുകൊണ്ടും ഇത് ഇത്രയും വലിയ ജനസമൂഹമുള്ള ഒരു രാഷ്ട്രത്തിൽ ബാക്കി കടുകൈകളൊന്നും നടന്നില്ല എന്നുള്ള ഒഴിച്ചാൽ ബാക്കി എല്ലാം നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മന്നത്തോട് കോളനി ഈ തോമസ് ഐസക് പ്രചരണം നടത്തിയിരുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഒരു ജലസേചന പദ്ധതി വാഗ്ദാനം ചെയ്തിരുന്നു.
അപ്പൊ പുതിയ എം പി എന്ന രീതിയിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും? തോമസ് ഐസക് വാഗ്ദാനം ചെയ്ത് എന്നുള്ളതുകൊണ്ട് ഞാൻ തള്ളിക്കളയണമെന്നില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ അതിന്റെ കൂടെ നിൽക്കും. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ എനിക്ക് വലിയ പ്രതിപക്ഷ മുഖാനമുള്ള ആളും എനിക്ക് മറ്റുള്ളവരുടെ ആശയങ്ങളെ അതാര് പറയുന്നു എന്ന് നോക്കാതെ അതിനെ ഉൾക്കൊള്ളുന്ന ആളുമാണ്. തോമസ് ഐസക് പറഞ്ഞ പദ്ധതി നല്ലതാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കും. എനിക്കത് യാതൊരു സംശയമില്ല. ഇവിടെ ജില്ലയിലെ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ട പഞ്ചായത്തുകളൊന്നും നഷ്ടപ്പെടേണ്ടതായിട്ട് നഷ്ടപ്പെട്ടതല്ല, ഞങ്ങളത് തന്നെ വീഴ്ചകൊണ്ട് നഷ്ടപ്പെട്ടതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജില്ലയിൽ ഞങ്ങൾ ജയിപ്പിക്കും. വരുന്ന തെരഞ്ഞെടുപ്പ് പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലവും അത് UDF വിജയിച്ചിരിക്കുമെന്ന് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ഫസ്റ്റ് മൈഗ്രേഷൻ കേരളത്തിൽ നടക്കുന്നത് ഈ പത്തനംതിട്ടയില്ലേ എന്നാണ്. ലോകം മുഴുവൻ കണ്ടറിഞ്ഞ എത്രയോ ജനറേഷൻസ് ആണ് ഇവിടെയുള്ളത്. അവരിവിടെ വന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളവർ ജില്ല വിട്ടുപോകും. അങ്ങനെയാണ് ഇവിടുത്തെ പോപ്പുലേഷൻ കുറയുന്നത്. ജോലി ചെയ്ത് ജീവിക്കണമെന്നുള്ളവർ ജില്ല വിട്ടുപോകും. ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വളരെ ബോധപൂർവ്വം ക്യാമ്പയിൻ നടത്തേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ എവിടെയെങ്കിലും 25 വർഷം കൂടുമ്പോൾ ഒരു സെൻസസ് നടക്കുമ്പോൾ ജനസംഖ്യ കുറയുന്ന ഒരേ ഒരു ജില്ല പത്തനംതിട്ട ജില്ല. ജനങ്ങളില്ലാത്തതുകൊണ്ടല്ല, ജീവിക്കണമെങ്കിൽ ഈ ജില്ല വിട്ടു പോകണം. നമുക്ക് അവരെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഏറ്റവും ആദ്യം വേണ്ടത് എയർപോർട്ടാണ്. എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ IT പാർക്കുകൾ കൊണ്ടുവരാം. നമുക്ക് ഇവിടെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ സ്ഥലത്ത് ഇതുപോലെ ഒരു പ്രൊജക്ടിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ പിൻബലവും പറഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേന്ദ്ര പദ്ധതിയായിട്ടാണ് ഒരു അവിടെ ഇൻഫോ പാർക്ക് പോലുള്ള എന്തെങ്കിലും ഒരു പദ്ധതി അവിടെ വരണമെന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ തിരുവല്ലയിലെ കേന്ദ്ര ഗവൺമെന്റ് കാര്യത്തിൽ 9 ഏക്കർ സ്ഥലമുണ്ട്. SMEയുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അതായത് സ്വകാര്യ ഏജൻസിക്ക് ഏറ്റുകൊടുത്ത് അവർ കാശ് വാങ്ങിച്ച് പിള്ളേരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമായിട്ട് കിടക്കുകയാണ്. അവിടെ അത്തരത്തിലുള്ളൊരു സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു യൂണിവേഴ്സിറ്റി തന്നെ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. അത് തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് അത് അന്നത്തെ അവിടുത്തെ മന്ത്രിയൊക്കെ അതിനുവേണ്ടി സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ പുതിയ ഇത് വരുമ്പോഴേക്കും കുറെ കൂടി പ്രതിപക്ഷത്തിന് വോയിസ് ഉണ്ട്. ഇത് ഒരു സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് ഒന്നും ഇന്ത്യയിൽ ഉണ്ടാകുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അത് ഇപ്പൊ താൽക്കാലികമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കിയെങ്കിലും അതൊന്നും ഉണ്ടാവില്ല. നാളെ ഇന്ത്യ മുന്നണിയുടെ സഹായത്തോടുള്ള ഒരു ഭരണം ഇന്ത്യയിൽ നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ വരുന്ന കാലഘട്ടം ഇവിടെ പെൻഡിങ് ആയിപ്പോയ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം എത്ര വർഷമായി പണം അനുവദിച്ചിട്ട് ആ പണം മുഴുവൻ കെട്ടിക്കിടന്ന് ലാഭസാകുന്നതല്ലാതെ വിനിയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ഉണ്ടായ ഡെഡ് ലോക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണ്. ഇവിടെ ആദ്യത്തെ ഗഡു വന്നു, അത് ഉപയോഗിച്ച് പൈലിംഗ് നടന്നു. അവിടെ ഈ ബാങ്കിൽ പണം മുനിസിപ്പാലിറ്റിയുടെ കിടന്ന സമയത്തെ പലിശ മുനിസിപ്പാലിറ്റി എടുത്ത് ഉപയോഗിച്ചു. അത് എടുക്കാൻ മുനിസിപ്പാലിറ്റിക്ക് അധികാരമില്ല. ആ പണം കേന്ദ്രത്തിലേക്ക് തിരിച്ചടച്ചെങ്കിൽ മാത്രമേ അടുത്ത ഗഡു വരൂ. ആ പലിശയെ കൂടെ തിരിച്ചടച്ചിട്ടില്ല. അതിന് തിരിച്ചടയ്ക്കാൻ MP ഫണ്ട് കൊടുക്കാമായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ. MP ഫണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ വിനിയോഗിക്കാൻ മാർഗമില്ല. അതിന്റെ പേരിലാണ് 3 വർഷം 4 വർഷം ഇത് സെക്കൻഡ് ഗഡു. ഇതിനിടയ്ക്ക് അഡീഷണൽ ഫണ്ട് അനുവദിക്കാനുള്ള പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെന്റ് എന്നോട് അപ്രൂവ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ഡെഡ് ലോക്ക് അയച്ചു തരാത്തതുകൊണ്ടാണ് 16 കോടി രൂപയുടെ ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ കാട് പിടിച്ച് കിടക്കേണ്ടി വന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ടോപ്പ് പ്രിയോറിറ്റി 2-3 കാര്യങ്ങൾക്കാണ്. ഒന്ന് ഗ്രീൻഫീൽഡ് ഹൈവേ. നമ്മുടെ ജില്ലയുടെ മുഖച്ഛായ മാറ്റുന്ന ഹൈവേ ആണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹൈവേ ആണ്. അതിന്റെ ആദ്യത്തെ അലൈൻമെന്റ് ഈ ജില്ലയെ തകിടം മറിക്കുന്ന ഒന്നായിരുന്നു. കാരണം എല്ലാ ചെറിയ പട്ടണങ്ങളും 100 കണക്കിന് സ്കൂളുകൾ, സ്ഥാപനങ്ങൾ, പള്ളികൾ എല്ലാം നഷ്ടപ്പെടുന്നതായിരുന്നു. ഞാൻ ഹൈവേയുടെ കമ്മിറ്റിയിലെ അംഗമാണ്, പാർലമെന്റ് കമ്മിറ്റിയിൽ. ഞാൻ അവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനെയും വൈസ് ചെയർമാനെയും സെക്രട്ടറിയും ഒക്കെ വിളിച്ചു വരുത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ കൺവിൻസ് ചെയ്തു. അവിടെ അലൈൻമെന്റ് പുതുക്കാനുള്ള തീരുമാനം അവിടെ വെച്ചെടുത്ത് അതിന്റെ പേരിലാണ് അലൈൻമെന്റ് കറക്റ്റ് ചെയ്ത് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ കലഞ്ഞൂര് അടക്കം കറഞ്ഞൂര്, കൂടല്, മുറിഞ്ഞകല്ല്, പന്നമരുതി, റാന്നിയിലെ പല പട്ടണങ്ങള്, വടശ്ശേരിക്കര ഉള്ള അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം അതെല്ലാം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഒഴിവാക്കി 4 ലൈൻ ഹൈവേ ആണ്. അതിന്റെ അലൈൻമെന്റ് ഫൈനലൈസ് ചെയ്തു. അതാണ് ഏറ്റവും വലിയ നേട്ടം.
ആ ഹൈവേ നമ്മുടെ ജില്ലയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ചില്ലറയല്ല. ശബരിമല ഹൈവേയുടെയും അലൈൻമെന്റ്, പിന്നെ പുതിയ അലൈൻമെന്റ്, നിലവിലുള്ള റോഡ് BMNBCയില് വീതി കൂട്ടിയും കൾവെട്ടുകൾ വിലപ്പെടുത്തി എല്ലാം 100 കോടി രൂപ എടുത്ത് ചെലവഴിച്ച് നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ പുതിയ അലൈൻമെന്റ് അതും ഫൈനലൈസ് ചെയ്തു. ഈ 2 ഹൈവേ നമുക്കുണ്ടായി. നമ്മുടെ ശബരി റെയിൽപാത അത് അതിന്റെ എക്സ്റ്റൻഷനുകൾ പൂർത്തിയാകുകയും എയർപോർട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ പത്തനംതിട്ട കേരളത്തിലെ മുൻനിര നഗരമായി മാറും. ഇവിടുന്ന് ജോലി ചെയ്യാൻ ഒരാൾക്കും പുറത്തു പോകേണ്ടി വരില്ല. അല്ല, നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടെ ഈ മണ്ണിൽ അവസരമില്ല. നമ്മുടെ മിടുക്കരായിട്ടുള്ള തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പൊ ഞാൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഏതൊരു പ്ലാന്റ് ചെല്ലുമ്പോൾ 25% ആളുകൾ ഈ പാർലമെന്റ് മണ്ഡലത്തിലുള്ളവരാ. അവരെല്ലാം ജോലിയായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആയിട്ടും ഒക്കെ പോയി അവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നവരാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അവിടെ വോട്ട് പിടിക്കാൻ ഉപകരിച്ച ഒരാള് ഞാനായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ. കാരണം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലുള്ളവരാണ് അവിടെ താമസിക്കുന്നത്. എല്ലാ റെസിഡൻഷ്യൽ കോളനികളും, എല്ലാ വില്ലകൾ, ഫ്ളാറ്റുകൾ, എല്ലാ റെസിഡൻഷ്യൽ ഏരിയകളിലും എല്ലാം ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടിയാണ്. പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് അദ്ദേഹത്തിനെ ആദരിക്കുന്നു. ഇതൊരു നല്ല ഗെയിമായിരുന്നു. ഈ കഴിഞ്ഞ നമ്മള് ഒരുപാട് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ആവേശം, അതായത് ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതും ഇത്രയും കാലം നീണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്റെ ഇതിൽ ഓർമ്മയില്ല. കാരണം ഒരു 3 മാസമൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മള് 2-2.5 മാസം ഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇത് അതിന്റെ ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇത്രയും ഒരു കാലം ഒരു തെരഞ്ഞെടുപ്പ് നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ട്. പല പ്രവൃത്തികളും മുന്നോട്ട് പോകാതെ സർക്കാർ അതിലുള്ള പല കാര്യങ്ങളും മുന്നോട്ട് പോയില്ല, അതൊക്കെ വേറെ കാര്യം. പക്ഷേങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു നല്ല ഗെയിം ആയിരുന്നു പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം. കാരണം 3 കാൻഡിഡേറ്റുകാരും 3 പേരും നല്ല വാശിയോടുകൂടി മത്സര രംഗത്ത് സജീവമായിട്ട് നിന്നു. അതാണ്. അതുപോലെ തന്നെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ചില സമയത്ത് ആര് ജയിക്കും, ആര് തോക്കും. നല്ല കാൻഡിഡേറ്റ്, 3 പേര് നല്ല കാൻഡിഡേറ്റ് തന്നെ. അവസാനം ആന്റണി വിജയിച്ചു. അതൊരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് 4ാം തവണയാണ്. ഇത്തവണ അദ്ദേഹത്തിന് 70,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം. അത് സംസ്ഥാന തലത്തിൽ തന്നെ മാന്യമായ ഭൂരിപക്ഷമാണ് അത് ജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 തവണയും അദ്ദേഹം ജനങ്ങളുണ്ടാക്കിയ സ്വാധീനം, അത് വ്യക്തിപ്രഭാവം തന്നെയാണ് ഒരു വിജയത്തിനൊരു വലിയ ഘടകമായിട്ടിരിക്കുന്നത്. ഇപ്പോഴും വളരെ സുന്ദരനായിട്ടും ചെറുപ്പക്കാരനുമായിട്ടും ഇരിക്കുന്ന ആന്റണിക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് 55 വയസ്സ് താഴെ പറയത്തുള്ളൂ എന്നാണ് അതിന്റെ ഒരു കാര്യം. അങ്ങനെ ചെറുപ്പമെന്നുള്ള ഒരു ധാരണ ജനങ്ങളിൽ ഉണ്ട്. അതുപോലെ എനർജറ്റിക് ആണ്. അങ്ങനെയുള്ള 3 പേരെ തോമസ് ഐസക് വളരെ നല്ലൊരു ബ്രില്യൻ കാൻഡിഡേറ്റ് തന്നെയാണ്. അനിൽ ആന്റണി ഒരു ചെറുപ്പക്കാരനായ കാൻഡിഡേറ്റ് ആണ്. അന്നേരം അവരിലെല്ലാം ജനങ്ങളെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഉജ്ജ്വല വിജയത്തില് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ കർമ്മമണ്ഡലത്തില് ഈ വരുന്ന 5 വർഷം അദ്ദേഹത്തിന് ഈ കൂടുതൽ നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പേര് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട MP നമ്മളെ സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിപാടി നമ്മുടെ പ്രസ് ക്ലബ്ബിലായാലും നമുക്കൂടി അഭിമാനിക്കാം. നിരവധി നമ്മുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോഴൊക്കെ ഭാഗപൂർവ്വം പരിഗണിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ നന്ദി കൂടി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ തിരക്കടയിൽ നമ്മൾ സ്വീകരിച്ച് ഇവിടേക്ക് നമ്മുടെ ജില്ലയുടെ വികസന സ്വപ്നങ്ങൾ പറയുകയും എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രസ് ക്ലബിന്റെ എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. പങ്കെടുത്തതിന് പ്രസ് ക്ലബിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരുടെ നന്ദി. മാധ്യമപ്രവർത്തകർക്കും പ്രസ് ക്ലബിലുള്ള നന്ദി അറിയിക്കുന്നു. പത്തനംതിട്ട മാധ്യമപ്രവർത്തകരോടുള്ള എന്റെ നന്ദിയും ഞാൻ അറിയിച്ചു. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.